പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, എനിക്ക് നമ്മൾ ചെയ്ത ഒരു വർക്ക് കഴിയുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആൾക്കാർ വിളിക്കുമല്ലോ. അപ്പം അതിലൊരു തവണ നാഗേന്ദ്രൻസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു. ഞാൻ എടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ ഹലോ ഞാൻ ദിലീപാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആവാൻ വഴിയില്ല, ഒരിക്കലും വഴിയില്ല. അപ്പം ഹലോ ആരാണ്? അപ്പം വീണ്ടും ആ ശബ്ദം നമ്മൾ ഒന്നുകൂടെ കേൾക്കുമല്ലോ, ദിലീപേട്ടൻ്റെ ശബ്ദം തന്നെ. ഞാൻ റെക്കഗ്നൈസ് ചെയ്തു, പണി പാളി. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ കൊടുത്തേക്കണത് അവരിതല്ല. പിന്നെ എൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ സൈലൻ്റ് ആവും. സൈലൻ്റ് ആയിട്ട് എൻ്റെ മുഖത്ത് നല്ല എക്സ്പ്രഷൻ വരുന്നുണ്ട്, പക്ഷെ അപ്പുറത്തേക്കുന്ന ആൾക്ക് മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ട് കാര്യമില്ലല്ലോ, നമ്മുടെ വോയിസിൽ അത് വരണമല്ലോ. ഞാൻ ആ ചേട്ടാ പറയൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം, എൻ്റെ ഫേസ് കാണാതെ ആ ചേട്ടാ പറയൂ. മനസ്സിലായി? എൻ്റെ ഫേസ് ഇങ്ങനെ ചേട്ടാ പറയൂ, ഇതാണ് എൻ്റെ ഫേസ് വരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് പറയും, നീ പറയും, നീ അഭിനയിക്കുന്ന പോലെ തന്നെ നീ വിചാരിക്കില്ലേ, നീ നിന്റെ സൗണ്ടിൽ കുറച്ച് എക്സ്പ്രഷൻ ഇടുക, എന്നാലും അപ്പുറത്തെ ആൾക്ക് മനസ്സിലാവുള്ളൂ നീ എന്താ ഉദ്ദേശിക്കണമെന്ന്. അവസാനം ദിലീപേട്ടൻ ഇങ്ങനെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നത്, അയ്യോ ഞാൻ ദിലീപനോട് സംസാരിച്ചത് കറക്റ്റായിട്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നെ വിളിച്ചതിൽ ഒരു ചിലപ്പോൾ കുറ്റബോധം തോന്നി കാണുമോ എന്നുള്ള രീതിയിൽ. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ പിന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഇല്ലയോടെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ആ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റാഞ്ഞത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മെസ്സേജുകളും അങ്ങനെയാ. ഞാൻ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുമ്പം നോ എക്സ്പ്രഷൻസ് ആണ് എൻ്റെ മെസ്സേജിന്. പക്ഷെ അത് ഞാൻ വോയിസ് നോട്ട് ആയിട്ട് അയക്കുമ്പോഴത്തേക്കും, കാരണം ഇവർ മെസ്സേജ് അയക്കുമ്പോൾ നമ്മളൊരു റിപ്ലൈ എക്സ്പെക്ട് ചെയ്യുമല്ലോ, അത് വരാണ്ടാകുമ്പോൾ ഞാൻ പറയും ഇത് ഇങ്ങനെ അയച്ചേക്കണം, ഞാൻ ഉദ്ദേശിച്ചതല്ല എന്ന് പറയുമ്പോൾ അവർ പറയും അന്ന് അത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മെസ്സേജ് ചെയ്യുന്നു പറയും. ലിറ്ററലി നമ്മൾ മെസ്സേജ് അയക്കുമ്പം ഞാനിന്ന് വരുന്നില്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് കമ്മിങ് എന്നാണ് അയക്കുന്നത്. അത് വോയിസ് നോട്ട് അയക്കുമ്പോൾ നമ്മൾ ഞാനിന്ന് വരുന്നില്ല. അതിന് അത്ര ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്കും എടാ എനിക്കിന്ന് വരാൻ പറ്റില്ലടാ, എനിക്കിന്ന് കൈവേദനയാണ്, അത്രയും ഡിഫറൻസ് നമ്മുടെ മെസ്സേജ് ത്രൂ വോയിസ് നോട്ട് പിന്നെ കോളിലുണ്ട്. ഇത് മൂന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കിത് മൂന്നും ചെയ്യുമ്പോഴും പ്രശ്നമാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, ആസിഫ്ക്കൊക്കെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ആ ഒരു ഏറയിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമുണ്ട്, ബട്ട് സ്റ്റിൽ പോകാൻ പറ്റില്ല. അത് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ടാണ്. അതൊരു സ്റ്റാർട്ടത്തിൽ നിൽക്കണ ആൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആക്ടർ ആയതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയൊക്കെയോ അറിയാതെ വന്ന് വീണ് പോയൊരു കുഴിയത്, അതിൽ നിന്ന് പുറത്ത് ചാടാൻ ബൈ പ്രൊഫഷനി നമുക്ക് പറ്റില്ല, പക്ഷെ ചെയ്തേ പറ്റുള്ളൂ. എനിക്കൊരു ബഞ്ച് ഓഫ് സെറ്റ് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ആങ്സൈറ്റി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ആക്ഷൻ കട്ടിൻ്റെ ഇടയിൽ ഞാനത് മറന്നു. ആ ഒരു ടൈമിൽ മാത്രമേ എനിക്കത് ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ സമയം അതെൻ്റെ കൂടെ ഉണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വസ്ത്രങ്ങളോടുള്ള ഇൻസെക്യൂരിറ്റി എപ്പോഴാണ് മാറിയത്? ഇപ്പോൾ ഐ എം കംഫർട്ടബിൾ. എനിക്ക് എന്നെ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, മുന്നുണ്ടായിരുന്ന ഒരു ജഡ്ജ്മെൻറ്റൽ മൈൻഡ് സെറ്റ് ആൾക്കാരിലുണ്ടെന്ന് ഫീൽ ചെയ്ത സമയം തൊട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മളെ കൂടെ ഉള്ളവരും അത് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിനി എന്താ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഒരു സമയത്ത് തോന്നും നമ്മൾ ഒരു ഭാരമാണോ, അല്ലെങ്കിൽ നമ്മളെ കാണുന്നത് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണോ, ഞാൻ അത്രയും മോശമാണോ, എന്നെ കാണാൻ അത്രയും പ്രശ്നമുണ്ടോ, എന്നെ കാണുന്ന ആൾക്കാർക്ക് അത്രയും ഫീൽ ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി തുടങ്ങിയായിരുന്നു. ശരിക്കും സീരിയസ്ലി. കാരണം എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. എല്ലാവർക്കും അവരായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ വേറൊരാൾ ജഡ്ജ് ചെയ്യുമ്പോഴത്തേക്കേ ഇല്ല, സുന്ദരി എന്നുള്ളൊരു ഇതല്ല വിഷ്ണു ഉദ്ദേശിക്കുന്നത്. ലിറ്ററലി പറയുവാണെങ്കിൽ വണ്ണം വെക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര തടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അതിനെ ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് എന്നെ തന്നെ സെൽഫ് കെയർ ഉപരി എൻ്റെ ഹെൽത്തിനെ ഞാൻ എല്ലാത്തിനേക്കാളും മുമ്പിൽ ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റേജിൽ ഞാനിപ്പോൾ എത്തി. അതിൻ്റെ റിസൾട്ട്സും എനിക്കിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിലേക്ക് എത്താനായിട്ട് നമ്മൾ ഓക്കെ എനിക്കിത് വേണം എന്ന് പറഞ്ഞ് നമ്മൾ പോയി മേടിക്കുന്നതും നീ അത് മേടിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പോയി മേടിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ശരിയാണ്, ഈ പ്രൊഫഷനിൽ നമ്മൾ നിൽക്കുമ്പം ആസ് ആൻ ആക്ടർ നമ്മളെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം, നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം, നമ്മുടെ സ്കിൻ അടിപൊളി ആയിരിക്കണം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എന്നെ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി എന്നൊക്കെ. പക്ഷെ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മലയാളം മാറി മറ്റൊരു ഒരു ലാംഗ്വേജിലേക്ക് പോകുമ്പോഴാണ് ഈശ്വര ഇവിടെ ഇത്രയും ഇങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പം അതിൽ വെച്ച് നോക്കുമ്പോൾ മലയാളമൊക്കെ തോന്നും ഭയങ്കരമായിട്ട്. സെൽഫ് റിയലൈസേഷൻ ഉണ്ടല്ലോ, എല്ലാ ദിവസവും ഉണ്ട് അത്.
സങ്കടം തോന്നുന്ന സെൽഫ് റിയലൈസേഷൻ എന്താ? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ല. ആ. എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെല്ലിപ്പലകയുടെയും താഴെ പോകുമ്പോഴേ എനിക്ക് ദേഷ്യം വരുള്ളൂ. ഓ ദേഷ്യം വരുന്ന ഒരാളെ അല്ല. എൻ്റെ സ്ഥായി ഭാവം ഒരു സ്ട്രിക്റ്റ് ഫേസ് ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നണത്. ഞാൻ ക്ഷമിച്ച് എനിക്ക് നമ്മളീ പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വരുമ്പോഴേ എനിക്ക് ഞാൻ നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. ഒരാളോട് ഒരു കാര്യമൊക്കെ അറിയില്ലെങ്കിൽ നന്നായിട്ടിരുന്ന് പറഞ്ഞു കൊടുക്കും. അവിടെ ടീച്ചർ വർക്കാവും. എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്താൽ പഠിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തൂലേ, അപ്പോഴത്തേക്കാണ് നമ്മൾ വടി എടുക്കണേ പറ്റി ആലോചിക്കണേ. എന്നിട്ട് ഞാൻ ഇരിക്കും, എന്നിട്ട് ഞാൻ വടി എടുക്കുവേ എന്നുള്ള രീതിയിൽ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ആ പോയി വടി ഒടിച്ചാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. അന്നേരമാണ് എനിക്ക് കയ്യിൽ നിന്ന് പോകുന്നത്. അന്നേരമാണ് അപ്പം എന്ന് വെച്ചാൽ ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഓർത്ത് ഇമ്മീഡിയറ്റ് റിഗ്രറ്റ് വരും. ഞാൻ ഇമ്മീഡിയറ്റ് കരയും. അവരുടെ മുമ്പിൽ നിന്നല്ലെന്ന് മാത്രമേ ഉള്ളൂ. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ മാറി നിന്ന് എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എൻ്റെ എനർജി ഞാൻ യൂസ് ചെയ്യുന്നത് ഓൺലി ഫോർ പോസിറ്റീവ് തിങ്സ്. എനിക്ക് നെഗറ്റീവായിട്ട് എൻ്റെ എനർജി യൂസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. എനിക്ക് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നെഗറ്റീവായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് അപ്പം സ്കൂട്ടാവും. എനിക്ക് പറ്റില്ല ആ സ്ഥലത്ത് നിൽക്കാനായിട്ട്. എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. എനിക്ക് ഉമിനീരിറക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് തണുക്കും. എൻ്റെ കൈ പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രീസറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. അത്രയും പ്രശ്നമുണ്ട് എനിക്ക് ആ ഒരു സ്പേസിൽ നിൽക്കാൻ. എസ്പെഷ്യലി നമ്മൾ ചില സെറ്റിലൊക്കെ ഡയറക്ടർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അവർ മറ്റ് ആക്ടേഴ്സിനെയൊക്കെ വഴക്ക് പറഞ്ഞ് കാണുമ്പോൾ ഞാനിങ്ങനെ നിന്ന് വിറച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മാറും. ഞാൻ ചിലപ്പോൾ ആ സെറ്റിൽ വേണ്ടതായിരിക്കും, ആ മൊമെൻറ്റിൽ വേണ്ടതായിരിക്കും. ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് അയാൾ അല്ലെ ആ ഡയറക്ടർ ഓക്കെ ആയോ മറ്റേ ആക്ടർ ഓക്കെ ആയോ എന്നറിഞ്ഞാലേ ഞാൻ വരുള്ളൂ. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഡയറക്ടർ വിളിക്കും, എവിടെ ഗ്രേസ് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് എനിക്കപ്പോൾ ടെൻഷനാവും. കാരണം അങ്ങനെ നിൽക്കുന്നൊരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ അഭിനയിക്കും ഇല്ലേ? അങ്ങനത്തെ സെറ്റിലൊക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ ആ വഴക്ക് കേൾക്കേണ്ടി വന്ന ഒരു ആക്ടറിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അത് നിൽക്കുമ്പോഴേ ഉള്ള അവസ്ഥ ഇതാണെങ്കിൽ അപ്പം എൻ്റെ ഏറ്റവും വലിയ ചിന്ത പോണത് ഒരു രീതിയിലും വഴക്ക് കേൾക്കരുത്. തെറ്റ് ഇന്നേ വരെ ടച്ച് വുഡ് എനിക്ക് അങ്ങനെ വഴക്ക് കേൾക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അത് ഇത്രയും ഞാൻ പ്രഷർ എടുത്ത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഡയലോഗ്സ് പഠിച്ച് പ്രോപ്പർട്ടി പഠിച്ച് സ്ഥലം പഠിച്ച് നിൽക്കേണ്ടതെല്ലാം പഠിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ചെല്ലുക, ഓക്കെ എല്ലാവരും കൊണ്ട് നോക്കാൻ അസിസ്റ്റൻസ് ഉണ്ട്, മേക്കപ്പ് അവിടെ, അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഡെയിലി ഒരു 4-5 ചീത്ത കേൾക്കേണ്ടി വരും. പക്ഷേ അവരുടെയും കൂടെ പണി നമ്മൾ എടുത്താലേ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എൻ്റെ എല്ലാം റെഡി ആക്കിക്കൊണ്ട് അവിടെ വന്നിട്ട് പിടിക്കാനും നിൽക്കരുത്. അല്ലെങ്കിൽ വന്ന് കറക്റ്റ് കണ്ടിന്യൂറ്റി നോക്കിക്കോളാം. കണ്ടിന്യൂ ചേട്ടൻ എവിടെയാ? ചേട്ടാ എൻ്റെ കണ്ടിന്യൂറ്റി ഏതാ? അന്ന് ആദ്യമേ പോയി നിൽക്കണേ മുന്നേ പോയി നോക്കിയാലേ കാര്യമുള്ളൂ. അവിടെ വന്ന് നമ്മൾ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ ഡയറക്ടർ കാണുന്ന എന്താ ഒന്ന് വലിയ കാര്യമായിട്ട് നോക്കുന്നു. സോ അപ്പോഴും സമയം പോവുക. അതിന് മുമ്പ് ഒത്തിരി സമയം നമുക്കുണ്ടല്ലോ. ആ സമയത്തെല്ലാം പ്രിപ്പയർ ആയി പോയി നിൽക്കുമ്പം വഴക്ക് കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഒഴിവാക്കാം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ ബൈ ക്യാരക്ടർ, ബൈ ബിഹേവിയർ, ബൈ നേച്ചർ നല്ല ഉത്തരവാദിത്വമുള്ള ഒരാളാണോ ഗ്രേസ്? അത് കൂടിപ്പോയി എൻ്റെ പ്രശ്നം. എനിക്ക് തോന്നി ഭയങ്കര ഉത്തരവാദിത്വം. അതുകൊണ്ട് എൻ്റെ പ്രശ്നം നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലെ എൻജോയ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. എന്നാലും എൻ്റെ കൂട്ടത്തിൽ വീട്ടിൽ ഇച്ചിരി തല്ലുകൊള്ളി ഞാനാണ്. അതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരെ ഹാപ്പി ആക്കി വെക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ആ ഉത്തരവാദിത്തം ഫാമിലിയെ നോക്കണം അങ്ങനത്തെ ഒരു സാധനം തലയിലുള്ളത് കൊണ്ട് എനിക്ക് പലതിനും സമയവുമില്ല. എപ്പോഴും എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരാഴ്ചയെങ്കിലും ഒന്ന് ബ്രേക്ക് കിട്ടി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പടപടേന്ന് പോണ പരിപാടിയില്ലേ, അതെനിക്ക് പറ്റില്ല. അത് റെസ്റ്റ്ലെസ് ആയിട്ട് ഓടണത് എനിക്ക് പറ്റില്ല. അപ്പോഴും എൻ്റെ ബ്രെയിനിനും മൈൻഡിനും ബോഡിക്കും ഈ സാധനം വരും, മരവിക്കും. ഞാൻ മരവിച്ചിട്ട് എനിക്ക് വിഷ്ണു പറയണത് എന്താണെന്ന് വെച്ചാൽ കേൾക്കാൻ പോലും എനിക്ക് ഉണ്ടാവും. ഞാൻ ഇവിടെ ഇരിപ്പുണ്ടാവും, പക്ഷെ ഞാൻ ഔട്ടായിരിക്കും. പക്ഷെ ഞാൻ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ മറുപടി തരുന്നത് ഒരു സെക്കൻഡ് ലേറ്റ് ആണെങ്കിലും ഞാൻ തരും, പക്ഷെ ഞാൻ ഔട്ടാണ്. ഇപ്പം ഞാൻ ഔട്ടായി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കണേ. ഫുൾ അങ്ങനെയാണ്. പക്ഷെ ഇപ്പം ഞാൻ ഓക്കെയാണ്. ഇവിടെ പോഡ്കാസ്റ്റ് വരുമ്പോൾ ഞാൻ ഓക്കെയാണ്. കാരണം എനിക്കറിയാം നല്ല ചോദ്യങ്ങളായിരിക്കും വിഷ്ണു ചോദിക്കുക. ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എൻ ആങ്കർ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് എനിക്ക് അറിയാം ഈ ഒരു സമയം ഭയങ്കര ക്വാളിറ്റി ടൈം ആയിരിക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര നെർവസ് ആയിരിക്കും. പുറത്ത് കുറേ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പുറത്തെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന് പുറത്ത് ഇപ്പോൾ മനോജ് ബാജ്പേയിനെ എടുക്കാം. അപ്പോൾ പുള്ളി ആക്ടറൊക്കെ ആവണേക്കെ മുമ്പ്, സത്യമൊക്കെ ചെയ്യണൊക്കെ തൊട്ട് മുമ്പ് ആൾക്കൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. ആള് ചായ കുടിക്കാൻ പോകുന്ന ചായക്കടയിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പേപ്പർ എടുക്കും. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഭയങ്കര രസമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിയർഡായിട്ടുള്ള എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാവും. ചിലപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കള്ളൻ കയറി അവിടുത്തെ കോൺസ്റ്റബിളായിട്ട് ഒളിച്ചോടി, അങ്ങനത്തെ രസകരമായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടാവുമല്ലോ. പുള്ളി അത് വായിച്ചിട്ട് പുള്ളിക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ട് പുള്ളി ആ കള്ളനാണെന്ന് വിചാരിക്കും.
എന്നിട്ട് ആ ദിവസം ഫുള്ള് ആ കള്ളനായിട്ട് ജീവിക്കും പുള്ളി. എങ്ങനെയായിരിക്കും ആ കള്ളൻ? അപ്പൊ പുള്ളി ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കുമല്ലോ, പോലീസുകാരനെ ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ. ആ കള്ളനായിട്ട് പുള്ളി ഒരു ദിവസം അങ്ങ് ജീവിക്കും. പിന്നെ അടുത്ത ദിവസം പുള്ളി പത്രം വായിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും, വേറെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ആയിരിക്കും. ഇത് പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് പല വെറൈറ്റി ഓഫ് റോൾസ് ചെയ്യാനെന്ന്. ഗ്രേസിന് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു തരുമോ, എക്സസൈസ് അങ്ങനെ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടോ? അത് കേൾക്കുമ്പോൾ എൻ്റെ ലൈഫായിട്ട് ഭയങ്കര കണക്ട് ആവുന്നു എനിക്ക്. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ടോ, ഇമാജിനറി വേൾഡിലാണോ എന്നൊക്കെ. എനിക്ക് സ്വപ്നം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് സ്വപ്നം കാണും. കാരണം അതിനൊരു കാശ് കൊടുക്കണ്ട ആരുടെ നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട് സ്വപ്നം കാണാൻ. അതുപോലെ തന്നെയാണ് നമുക്ക് കുറെ കഴിയുമ്പോൾ നമുക്ക് ലൈഫിൽ സ്ട്രെസ്ഡ് ആവുമല്ലോ. നമുക്ക് എന്തെങ്കിലും കാണിച്ച് ലൈഫ് എവിടെയെങ്കിലും ഒന്ന് കരപറ്റിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയ സമയത്ത് ഞാനിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ അതിനകത്ത് അവർ പറയുന്നതായിരുന്നു, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ആർ ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. വാട്ട് എവർ ഹാപ്പൻ, നിങ്ങളുടെ ലൈഫിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് മാനിഫെസ്റ്റേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ആയിരിക്കാം. ബട്ട് ഐ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ഇറ്റ്. വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊഫഷണലി സംഭവിച്ചാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഞാൻ ആ ചിരി എൻ്റെ ഫേസിൽ നിന്ന് മാറുമ്പോൾ ഞാനത് പിന്നെയും ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ ഡൗൺ ആയിട്ടിരുന്നിട്ടുള്ള മൊമെൻറ്റ്സ് വളരെ കുറവാണ്. സ്റ്റിൽ ആ മൊമെൻറ്റിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഐ ആം എക്സ്പീരിയൻസിങ് ദാറ്റ് മൊമെൻറ്റ് വിത്ത് പ്രൈഡ്. അതായത് അത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും എന്നറിയില്ല. എൻ്റെ മിസ്റ്റേക്സും എൻ്റെ നല്ല കാര്യങ്ങളും ഞാൻ ഓൺ ചെയ്യുവാണ്. അത് എന്നെപ്പോലെ വിഷ്ണുവിന് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെപ്പോലെ മണ്ടൻ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. വിഷ്ണുവിനെ പോലെ വിഷ്ണു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഓൺ ചെയ്യുക, യുണീക്നെസ് ഓൺ ചെയ്യുക. ചില ആൾക്കാർ വന്ന് സ്നേഹം കൊണ്ട് പറയും നിങ്ങൾ ഭയങ്കര വേഴ്സറ്റൈലാണ്, നിങ്ങളുടെ അഭിനയം ഭയങ്കര രസമാണ്.